മങ്കൂസ് മൗലിദിൽ എങ്ങനെയാ നമ്മൾ പാടിയത്? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖതാ, ഇതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മദ്ഹുകളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എല്ലാ മദ്ഹും പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാ, ഞങ്ങൾക്ക് നേർക്ക് നേരെയുള്ള സഹായം അതാ ഇർതകബ്തു അലൽ ഖതാ, വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയി, എനിക്ക് മാപ്പ് തരണേ. ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ലക, അങ്ങയോട്, അസ്കൂ, ഞങ്ങളെ അന്യായം ബോധിപ്പിക്കുന്നു, തെറ്റ് ചെയ്തു പോയി, അതിന് പരിഹാരം വേണം, അങ്ങയുടെ ശഫാഅത്ത് വേണം, അങ്ങ് ഇടപെടണം, നേർക്ക് നേരെ പറയാ. തവസ്സുലായ മതി, ബറക്കത്ത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞാ മതി. ലക അസ്കൂ, പിന്നെ പറഞ്ഞെന്താ? അശ്ശഫാഅത ഹബുലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇൻദായ സയ്യിദി ഖൈറൻ നബി. ഞങ്ങൾ അസ്സലാമു അലൈക്കും. കുറച്ചുകൂടി ഉണ്ട്, കേൾപ്പിക്കാം. ഇന്നിവിടെ പറയുവാനുള്ളത്, നൗഷാദ് ഹസനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മങ്കൂസ് മൗലൂദിലെ വരികൾ ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന, നമ്മുടെ തമ്പനയിൽ തന്നെ അതാണ്, മങ്കൂസ് മൗലൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നു അല്ലേ? അവർ സമ്മതിച്ച കാര്യമാണല്ലോ. എന്നാൽ ഇദ്ദേഹം കുറച്ചുകൂടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഉസ്താദായ AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസാണ് നിങ്ങൾക്ക് കേൾപ്പിക്കാനുള്ളത്. ഇതിന് കട്ടക വിരുദ്ധമായിക്കൊണ്ട്, അത് അറിയാണ്ട് പറഞ്ഞതായിരിക്കും കേട്ടോ. എന്തായാലും ആ ഒരു വിഷയം കൂടിയും പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകാണ്ട് നൗഷാദ് ഹസനി ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങയുടെ ശഫാഅത്ത് തരണം, നേർക്ക് നേരല്ലേ? മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിലേക്ക് അങ്ങോട്ട് എത്തിയാലോ പിന്നെ തേട്ടമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫാസ്ഇദി. എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയും അങ്ങേക്കറിയാലോ നബിയേ, അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം. അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്, അങ്ങയുടെ വിരുന്നുകാരനാണ് ഞാൻ. അങ്ങെനിക്ക് അവിടുത്തെ ഔദാര്യം കൊണ്ട് അതിനൊക്കെ പരിഹാരം തരണേ എന്നല്ലേ മുത്ത് റസൂൽ. നേർക്ക് നേരെയുള്ള തേട്ടം അതൊഴിവാക്കണം എന്ന സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ നേർക്ക് നേരായൊരു തേട്ടം അത് ഒഴിവാക്കണമെന്നൊരു സംഭവമൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നൗഷാദ് ഹസനി ഇവിടെ പറഞ്ഞത്, റസൂലുള്ളാഹിനോട് അങ്ങനെ നിങ്ങൾ തേടിക്കോളി, ഇസ്തിഗ്ഫാർ ചെയ്തോളി, ആവശ്യങ്ങൾ പറഞ്ഞോളിയും, എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ചോദിച്ചോളിയും എന്നാണ്. അത് പണ്ട് അറബിയിലായിരുന്നു, അറബി വിശദീകരിക്കപ്പെട്ടിരുന്നില്ല, അതിൻ്റെ അർത്ഥം സാധുക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു, അവരതിൻ്റെ അർത്ഥം ഇങ്ങനെ വിളിച്ചു പറയൽ തുടങ്ങി. വിളിച്ചു പറഞ്ഞപ്പോൾ എന്തായി, ഇതിപ്പോൾ ആളുകളൊക്കെ മനസ്സിലാക്കി, ഒന്നുകിലോ ഇതെടുത്തിട്ട് കുപ്പത്തൊട്ടിയിൽ കിടന്നു, അല്ലെങ്കിലോ അനുവദനീയാണ് എന്നാണ് പറയേണ്ടിയിരുന്നില്ല. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം, അദ്ദേഹം ഇതിന് കടക വിരുദ്ധമായിട്ട് ചില വാക്കുകൾ പറയുന്നു. അതൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് ഇവിടെ നൗഷാദ് ഹസനി പറഞ്ഞ ആ ഒരു കാര്യം കൂടിയും ഇത് രണ്ടും കൂടി ഒന്ന് തുലനം ചെയ്യേണ്ടതുണ്ട്, ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പറയും മൗലിയരെ. അർഹമുർറാഹിമേ, ഇവിടെ നാനാഭാഗത്തു നിന്നും വന്നിട്ടുള്ള ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ നീ മാത്രമാണ് അറിയുന്നത്, അത് മുഴുവനും നീ സാധിപ്പിക്കണം റഹ്മാനേ. ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ നീ മാത്രമാണ് അറിയുന്നത്, ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ നീ മാത്രമാണ് അറിയുന്നത്, അത് മുഴുവനും നീ സാധിപ്പിക്കണം റഹ്മാനേ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, മലയാളത്തിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ മാത്രമാണ് അറിയുന്നത്, അല്ലാഹുവേ നിറവേറ്റിത്തരണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഈ പറയപ്പെട്ട നൗഷാദ് ഹസനി പറഞ്ഞത് എന്താണ്, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാനും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അതൊക്കെ നിറവേറ്റി തരാനും ആരോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും ഇദ്ദേഹം അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആയത്ത് മുറിച്ചോതി അല്ലേ? ഒട്ടപ്പുറത്ത് മുൻപൊരു വാദപ്രതിവാദം നടന്നപ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ അനേകം തെളിവുകളുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ഒരു തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ആശുപത്രിയിൽ കിടക്കുന്ന ആൾ അന്ന് ഓതി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഉണ്ട് മൗലവി, തെളിവുണ്ട്.
വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. അത്രേ ഓതിയുള്ളൂ, ബാക്കി ഓതിയില്ല. ബാക്കി പറഞ്ഞാൽ ആ ആയത്തുള്ള തെളിവ് അവിടെ തന്നെയാണ്. അള്ളാഹു പറയുന്നു വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. നമ്മൾ മുൻപ് അയച്ച റസൂലുകളോട് നബിയെ ചോദിച്ചു നോക്കുക. നബി ആരാ? അള്ളാഹുവിന്റെ റസൂൽ, സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവ്, സയ്യിദുൽ അംബിയാ. അള്ളാഹുവിന്റെ റസൂലിനോട് മറ്റ് നബിമാരോട് ചോദിക്കാൻ പറയാം. അതിങ്ങനെയോട് പ്രാർത്ഥനയ്ക്കുള്ള തെളിവാണ്. റസൂലല്ലേ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള്? അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കാനാണ് അവരോട് പറഞ്ഞത്? അല്ല, നബിനോട് മറ്റ് നബിമാരോട് ചോദിക്കാനാണ് പറഞ്ഞത്. അതെങ്ങനെ നിങ്ങൾക്ക് തെളിവാവുക? അങ്ങനെയാണെങ്കിൽ ഇനി ഔലിയാക്കന്മാർ നമ്മളോടല്ലേ ചോദിക്കേണ്ടി? നിങ്ങളെ വാദപ്രകാരമാണെങ്കിൽ ഔലിയാക്കന്മാർ നമ്മളോടല്ലേ ചോദിക്കേണ്ടി? മാത്രമല്ല, എന്തു ചോദിക്കാനാണ് അള്ളാഹു പറഞ്ഞത്? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅബദൂൻ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടാൻ ഏതെങ്കിലും ഒരു ഇലാഹിനെ ഞാൻ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരുന്നോ എന്ന് ചോദിക്കും നബിയെ. മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു ഇസ്രാ മിഅ്റാജിൽ നബിമാരെ മുന്നിൽ നിർത്തിയപ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണത്. നബിമാരെ മുന്നിലുള്ളപ്പോൾ ചോദിക്കാൻ പറഞ്ഞാണ്. മറ്റു ചില ആളുകൾ പറഞ്ഞു ചോദിക്കണമെന്ന ഉദ്ദേശത്തിലല്ല അത്, മറിച്ച് നമ്മൾ ചിലപ്പോൾ പറയില്ലേ ചില കാര്യങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താം, നീ ആരോട് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ ഈ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യപ്പെടും, ചോദിക്കാൻ വേണ്ടി പറയുന്നല്ല, അത്ര ഉറപ്പുള്ള കാര്യമാണ് എന്ന അർത്ഥത്തിൽ. ഈ ആയത്ത് ഓതിയതോടുകൂടി തൗഹീദ് പറയുന്ന ആളുകളെല്ലാം നിലംപരിശായി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ തൗഹീദിനെ നിലംപലിശാക്കിയ ആയത്താണ് ഈ ആയത്തെങ്കിൽ പിന്നത്തെ കൊട്ടപ്പുറം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ആയത്ത് ഓതാത്തത്? പിന്നെ ഒരിക്കലും ഇത് കേൾക്കുന്നില്ലല്ലോ. ഓരോ വാദപ്രതിവാദത്തിന് വരുമ്പോഴും ഓരോ തർക്കത്തിന് വരുമ്പോഴും ഇതാ പുതിയ തെളിവ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരുന്നത്. എന്തേ പഴയ തെളിവില്ലാത്തപ്പോൾ? നിങ്ങൾ തൗഹീദ് പറയുന്ന ഓരോ മുസ്ലിമിന്റെയും പ്രഭാഷണം ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനപ്പാടാക്കാം ആയത്തുകൾ. കാരണം എന്താ? നമ്മളെല്ലാവരും പറയുന്ന ആയത്തൊന്നാ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞങ്ങൾ നബിമാരെ കാലം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്, ഇപ്പോഴും മാറ്റല്ല. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കാണാൻ പഠിച്ചാണ്, കേട്ട് പഠിച്ചു വരാൻ. എല്ലായിടത്തും ഞങ്ങൾ കേട്ടത് അതാണ്, ഒരു സ്ഥലത്തും ഞങ്ങൾ മാറ്റി പറയുന്നില്ല. നമ്മുടെ തെളിവുകൾ നൂഹ് നബി മുതൽ പറഞ്ഞ തെളിവാണ്, ആദം നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത തെളിവാണ്, അത് മാറിയിട്ടില്ല. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത തെളിവുകളാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത തെളിവുകളാണ്. അതാണ് ഞങ്ങളുടെ തെളിവ്. അഖീദയുടെ കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, നമ്മൾ ഈ പറയുന്ന തെളിവ് അവിടെയും കാണാം. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നമ്മളെ തെളിവാണ് ഇത്. ഖുർആൻ ഇത് കാണാൻ പഠിച്ചല്ല, ഇത് പലതവണ കേട്ട് പഠിച്ചു വരാൻ. ഞങ്ങൾ തൗഹീദിന്റെ തെളിവുകൾക്ക് ഒരു മാറ്റവുമില്ല, അത് പണ്ടും ഇന്നും ഒന്ന് തന്നെ. എവിടെ വസൽമൻ അർസലപ്പന്റെ ഓതാത്ത്? എന്താ ഇപ്പം നിങ്ങളെ തെളിവായി പറയാത്തത്? നിങ്ങൾക്ക് അറിയാതെ തെളിവല്ല. പിന്നെ ഒരു കാലത്ത് വലിയ തെളിവായി കൊണ്ടുവന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാ മുഹമ്മദ് എന്ന് വിളിക്കും. ഇപ്പം എന്തേ പറയാത്തത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെയാണ് കാര്യം. അല്ലാഹു പറഞ്ഞില്ലേ, അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ആകാശത്ത് നിന്ന് മഴ ഇറക്കിയിരിക്കുന്നു. ഫസാലത് ഔദിയതും ബിഖദരിഹാ, അങ്ങനെ ആ മഴയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി തുടങ്ങി. ആ ഒരു സംഭവമൊക്കെ കൊട്ടപ്പുറം സംഭവത്തിൽ കണ്ടതാണ്, കേട്ടതാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളിലും ഇങ്ങനെയുള്ള വാക്കുകൾ വരാറുമുണ്ട്. നൗഷാദ് ഹസനി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഏത് നിലയ്ക്ക് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, കൈ ഉയർത്തി ചോദിക്കാം എന്ന് തന്നെയാണ് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ കേട്ടതാണ്, ഒന്നും കൂടി കേൾക്കാം. അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ സങ്കടവും പറയുന്ന ഒരു ഏരിയയാണ് അഷ്റഖ് എന്ന ഖസീദ. അതിൽ കുറേ സങ്കടം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട്. ആ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ എനിക്ക് ടൈമില്ല. ചൊല്ലുമ്പോൾ ഓരോന്നിൻ്റെയും കൂടെ നമ്മുടെ മനസ്സിലെ വേവലാതികളും ദുഃഖങ്ങളും ഓരോന്നോരായി കൊണ്ടുവരെ. യാ നബി സലാം. പടച്ചോനെ, പകർസാൻ്റെ വാളിൽ മുത്തുനബിയെ തങ്ങൾ പലതും ചെയ്തത് കേൾക്കുന്നു. ഞാൻ കടക്കാരനാണ്, പരിഹാരം വേണം. എനിക്ക് തഖ്വയില്ല, തഖ്വ തരണം. എനിക്ക് സ്വലാഹില്ല, സ്വലാഹ് തരണം. ഈമാൻ പൂർത്തിയാക്കി തരണം തുടങ്ങിയ വേവലാദികൾ കൈ കാണിച്ച് നബിയോട് പറ. ഒരു തെറ്റുമില്ല. മുത്തുനബിയിലേക്ക് കൈ കാണിക്കുന്നത് ഹറാമാണെന്നോ കറാത്താണെന്നോ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആരോ പടച്ചുണ്ടാക്കിയതാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല. നബി തങ്ങളോട് ഏത് സങ്കടവും പറയാം, കൈ കാണിക്കാം, ദുഃഖങ്ങൾ പറയാം, ഏതും ഉച്ചത്തിൽ പറയാം, മെല്ലെ പറയാം. മുത്തുനബിൻ്റെ ഖബർ ഷരീഫിൻ്റെ അടുത്താവുമ്പോൾ ഉറക്കെ പറയരുത്, കരുതി കൂട്ടി ഉറക്കെ ആക്കരുതെന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ സങ്കടപ്പെട്ട് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. ഞാൻ അവിടുന്ന് സങ്കടപ്പെട്ട് പറയാം, ഒച്ചത്തിൽ അവിടെ പറയരുത്, അത് മറ്റൊരു കൽപ്പനയാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് സങ്കടങ്ങൾ പറയാം. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അവിടുത്തെ പാവപ്പെട്ട അടിമ, ഇർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, അവിടുത്തെ വലിയ ധർമ്മം പ്രതീക്ഷിച്ചിതാ നിൽക്കുന്നു നബിയെ, എന്നെ രക്ഷിക്കണം നബിയെ, എനിക്ക് കൈ തരണം നബിയെ. കൈ ഉയർത്തി തന്നെ, അതായത് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കണ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാന്നാണ് ഇപ്പോൾ പകരം പറഞ്ഞത്. ഇതേ ആ അഭിപ്രായം തന്നെ നൗഷാദ് ഹസനി ഇതേ വിഷയത്തിൽ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് കേട്ടോളി. നമ്മൾ നേരത്തെ കാണിച്ചാണ്, എങ്കിലും ഒന്ന് കേട്ടു വരാം. ഇനി അശ്റഖ് ബൈത്തിലേക്കാണ് ചെന്നാലോ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ
ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ. ഹബീബായ തങ്ങളെ, അങ്ങയുടെ സാധുവായ അടിമ ആഗ്രഹിക്കുന്നു അങ്ങയുടെ എല്ലാ ഔദാര്യങ്ങളും. ഞങ്ങൾ അങ്ങയിലാണ് പ്രതീക്ഷ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ അങ്ങയെക്കുറിച്ച് വിചാരിക്കുന്നത് അങ്ങേക്ക് അല്ലാഹു സർവ്വ കൈകാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ അധികാരങ്ങളും അല്ലാഹു തന്നിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഫാഗ്സിനി വാജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. ഇപ്പൊ അശറക്ക് നിർത്തിയേക്കേണ്ടി വരും, മങ്കൂസ് മൗലിദ് നിർത്തേണ്ടി വരും, കുതുബിയത്ത് നിർത്തേണ്ടി വരും, റിഫായി മാല നിർത്തേണ്ടി വരും, മുഹിയദ്ദീൻ മാല നിർത്തേണ്ടി വരും. കാരണം പറയല്ലേ, ഫാഗ്സിനി, ഞങ്ങളെ സഹായിക്കണേ. നേരിട്ട് നിമിത്തൊന്നോടല്ല. നിമിത്തൊക്കെ വേറുണ്ട്, തപസ്സില്ല, ഞങ്ങൾ പിന്നെ പഠിപ്പിക്കാം. ഇത് ഡയറക്റ്റാ. ഫാഗ്സിനി, ഞങ്ങൾക്ക് നേർക്ക് നേരെ സഹായം വേണം. ഇതേ പറയാൻ കുറ്റിയുറപ്പില്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാത്, മാറി നിൽക്ക്. വാജിർനി, ഞങ്ങളെ കാക്കണേ. യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് കാക്കുന്ന റസൂലേ. വനജ്ജിഹി മിൻ ലദാ, വനജ്ജിനി എന്നുണ്ട്, വനജ്ജിഹി എന്നുണ്ട്. നജ്ജിഹി എന്ന് പറഞ്ഞാൽ ആ ഫുആദിനെ, അതാണ് എന്നെ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നജ്ജിനി എന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ എന്നെ കാക്കണേ, മിൻ ലദാ, നരകത്തിൽ നിന്ന് കാക്കണേ മുഹിയുദ്ദീൻ ശൈഖിനോട്. അത് തന്നെ ഫാഗ്സിനി വാജിർനി യാ മുജീറു മിനസ് സഈരി. കഴിഞ്ഞിട്ടില്ല. യാ ഗിയാസി യാ മലാദി, എന്റെ അഭയകേന്ദ്രമായ, എന്റെ സഹായത്തിന്റെ അവലംബമായ കേന്ദ്രമായ റസൂലേ. ഫീ മുലിമ്മാത്തിൽ ഉമൂരി, എല്ലാ അടങ്ങാറിന്റെ സമയത്തും, എല്ലാ മുസീബത്തിന്റെ നേരത്തും, എല്ലാ ബുദ്ധിമുട്ടിന്റെ നേരത്തും ഞങ്ങൾക്ക് കാവല് തരണേ എന്ന് പറയാൻ പറ്റുന്ന സുന്നി, ആ സുന്നിയാണ് നമുക്ക് വേണ്ടത്. രണ്ടും പറയാൻ കഴിയണം. ഇന്നബത്തു ഖറത്തുൽ അർഹമി വബ്തഅദത് അന്ന ഫഅസ്റഉ ശൈഇൻ ഖറത്തുല്ലാഹി. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഏതും പറയാൻ കഴിയണം. വമയുനാദിസ്മി പറയാൻ കഴിയണം. യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. അല്ലാഹയാണ് സർവസഹായത്തിന്റെയും ഉടമക്കാരൻ. ആ അല്ലാഹ് കൊടുത്തുകൊണ്ടുള്ള അധികാരത്തിന്റെ സഹായം ഔസുൽ അഅ്ലം ചെയ്യുമ്പോ, മടവൂർ ചെയ്യുമ്പോൾ അത് ചോദിക്കുകയാണ് നമ്മൾ. നേരിട്ടാണ് ചോദ്യം. നിമിത്തമെന്ന മലയാള പദം അതിങ്ങനെ 4 വട്ടം കറക്കി പറഞ്ഞാൽ തീരുന്നതല്ല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടല്ലേ ഇപ്പോ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്? AP അബൂബക്കർ മുസ്ലിയാർ മാത്രമാണോ? പേരോടം പറഞ്ഞിട്ടില്ലേ, പല മുസ്ലിയാക്കന്മാരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവർക്കൊക്കെ സത്യം അറിയാം. എന്നിട്ടും ഈ പിസറുകളെയും കൊണ്ട് ആളുകളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രഭാഷണം നടത്തിക്കുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇവർ നിർത്തിക്കണ്ടേ? ഈ പൊട്ടപ്പോയത്തക്കാരനായ നൗഷാദ് ഹസനെ പോലെയുള്ള ആളുകളുടെ ആ വിവരക്കേടുകൾ നിർത്തിയ പോലെ കാര്യങ്ങളൊക്കെ മുടങ്ങും. അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള പിഴച്ച വാദക്കാരിൽ നിന്ന്, പിഴച്ച വിശ്വാസികളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.